കെ.പി.സി.സി പുനഃസംഘടനയ്ക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജാതി നോക്കി പുനഃസംഘടന ഉണ്ടാവരുതെന്നും കഴിവുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ജാതി സമവാക്യങ്ങൾ അവസാനിച്ചാലേ പാർട്ടി നേതൃത്വം കരുത്തുറ്റതാകൂ. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ജാതി സമവാക്യങ്ങളുടെ പേരിൽ കേരളത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പാർട്ടി പിന്തിരിയണം. കാരണം കഴിഞ്ഞ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയനാണ് കേരളത്തിലെ പാർട്ടി സെക്രട്ടറി. ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. കഴിഞ്ഞ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൽ 10 മന്ത്രിമാർ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. അതിനു മുമ്പത്തെ CPI മന്ത്രിമാരിൽ 4 പേർ ഒരേ സമുദായത്തിൽപ്പെട്ടവർ. ഈ ജാതി സമവാക്യങ്ങൾ എന്ന് അവസാനിക്കുന്നു എന്ന് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകങ്ങളിൽ നേതാക്കന്മാരെ തീരുമാനിക്കുന്നു, അന്നേ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പാരമ്പര്യം, പൈതൃകം, പ്രവർത്തന മികവ്, അതുപോലെ തന്നെ നിലപാടുകൾ ഉള്ള ആളായിരിക്കണം KPC പ്രസിഡന്റ്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വിവരങ്ങളുമായി സിജു കണ്ണനാണ് ചേരുന്നത്. സിജു, ഇപ്പോഴും KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായിട്ടായിട്ടില്ല, അവരെ കണ്ടെത്താനായിട്ടില്ല അധ്യക്ഷനെ. അപ്പോഴാണിതാ പുതിയ കാര്യങ്ങളൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നത്. ജാതി സമവാക്യങ്ങൾക്ക് അതീതമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊക്കെയാണ് ആവശ്യം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ശക്തമായ വിമർശനമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉന്നയിച്ചിരിക്കുന്നത്. ജാതി നോക്കി പുനഃസംഘടന ഉണ്ടാവരുത് എന്ന വിമർശനമാണ് ഉണ്ണിത്താൻ ഉന്നയിക്കുന്നത്. ജാതി സമവാക്യങ്ങൾ നോക്കിയാണ് കോൺഗ്രസ് സംഘത്തെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കഴിവുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം, പാരമ്പര്യവും യോഗ്യതയും മാനദണ്ഡമാക്കണമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെടുന്നത്. ജാതി സമവാക്യങ്ങൾ അവസാനിച്ചാൽ മാത്രമേ കോൺഗ്രസ് നേതൃത്വം, പാർട്ടി നേതൃത്വം കരുത്തരാകൂ. ഡൽഹിയിലെ സാഹചര്യം രൂക്ഷമായതിനാൽ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. പുറത്തു വന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ക്രിമിനൽ കുറ്റകൃത്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു കോൺഗ്രസ് നേതാവ് 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് EVM ഹാക്കിംഗ് നടത്തി വിജയം ഉറപ്പിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തിയ വിവരം പുറത്തു വന്നത്. കോൺഗ്രസ് നേതാവിനെതിരെ ഉയർന്നു വന്ന ആരോപണം തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്, അന്വേഷണം നടത്തണം. അത് ശരി സിജു, എന്തായാലും ജാതി സമവാക്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുന്നോട്ട് വയ്ക്കുന്നത്. സിജു കണ്ണനാണ് കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകിയത്.